വേർഡ് മെലഡി വേൾഡിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്ത സുവിശേഷകനും ഗ്രന്ഥകാരനും ബൈബിൾ പരിഭാഷകനും 200-ലേറെ ഗാനങ്ങൾ രചിച്ച് ഈണം പകർന്ന് ക്രൈസ്തവ ലോകത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിൻ്റെ 200ാമത് ഗാനം അടങ്ങിയ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ഗാനസമാഹാരം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ഗാനസമാഹാരം 2011 ഡിസംബർ 29 ന്യൂയോർക്കിൽ ഇന്റർ ഡെനോമിനേഷണൽ ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ മേലധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ കുർലോസ് വലിയ മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജ്ഞാനായ യാക്കോബായ സഭയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ ആയൂബ് മാർ സിൽവാനിയോസ് തിരുമേനി ഗാനസമാഹാരത്തിൻ്റെ ആദ്യ പ്രതി റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ശ്രീമതി ആനി പോളിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. തദവസരത്തിൽ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കാസ് ഫോമർ പ്രസിഡന്റ് ശ്രീ ബേബി ജോൺ ഊരാളിൽ, റവറൻഡ് ഫാദർ മാത്യു തോമസ്, ശ്രീമതി ആനി പോൾ, IDCF വിദേശ യൂണിറ്റ് സെക്രട്ടറി ബ്രദർ മാർട്ടിൻ ഹെൻറി, IDCF കാനഡ പ്രതിനിധി ശ്രീ ജോജോ ജോസഫ് തുടങ്ങിയവർ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന് ആശംസ അർപ്പിച്ചു. ഇന്റർ ഡെനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഓഫ് USA വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് കുളങ്ങര സ്വാഗതവും സെക്രട്ടറി ശ്രീ കുര്യൻ ചാലിപ്പറമ്പിൽ കൃതജ്ഞതയും പറഞ്ഞു. ന്യൂയോർക്കിൽ നടന്ന ഈ പ്രോഗ്രാമിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. ബഹുമാനപ്പെട്ട ബ്രദറിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗാനങ്ങൾ അടങ്ങുന്ന ആൽബം രക്ഷിക്കുന്ന എൻ്റെ ദൈവം ഇന്ന് ഈ സുദിനത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. 200 ഗാനങ്ങൾ ഏറെ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും ദൈവാത്മാ അഭിഷേകത്താലും രചിക്കപ്പെട്ട് ഈണം ചെയ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ബ്രദറിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്നറിയപ്പെടുന്ന ദാവീദ് തൻ്റെ ജീവിതാനുഭവം ഗാനങ്ങളിലൂടെ സങ്കീർത്തനങ്ങളായിട്ട് നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സുവാർത്ത ദൂതൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗീയ സൈന്യം ദൂതനോടൊപ്പം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പാടുന്നതായിട്ട് നാം തിരുവേനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തോലിക സഭകളിൽ നാം ഉൾപ്പെടുന്ന സഭകളിലൊക്കെയും വിശുദ്ധ ദിവ്യബലിയിൽ സംഗീതത്തിന് ഏറെ സ്ഥാനമുണ്ട്. കാരണം സർവശക്തനാകുന്ന ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. മാലാഖമാരും വിശുദ്ധന്മാരും നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ അനുഭവമാണ് എപ്പോഴും അവിടെ ഉള്ളത്. നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന പല ദൈവദാസന്മാരും രചിച്ചിട്ടുള്ള ഗാനങ്ങൾ ഇന്ന് അനേകർക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്രകാരം പ്രിയ ബ്രദറിലൂടെ ലഭിക്കുന്ന ഈ ഗാനങ്ങൾ അനേകർക്ക് ആശ്വാസം ലഭിക്കട്ടെ, അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ കഴിയട്ടെ, ജീവിത അനുഭവങ്ങളായി ഈ ഗാനങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പ്രത്യാശ
ബഹുമാനപ്പെട്ട ബ്രദർ ഡോക്ടർ മാത്യു വർഗീസ് 20 ചില്ലുവാനും വർഷങ്ങളെ കൊണ്ട് ഏകദേശം 200-ൽ പരം ആത്മീയ ഗാനങ്ങൾ രചിച്ചു, ഈണം പകർന്നു, അവയെ സമാഹാരമാക്കി ഇത് ആരാധനാമധ്യയെ പ്രതിഷ്ഠിച്ചു. അത് ഇന്ന് പ്രകാശനം ചെയ്യുവാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ മേഖലകളിലൊക്കെ കാണുന്ന ഒരു വലിയതായ സത്യമുണ്ട്. മനുഷ്യ മനസ്സിന്, മനുഷ്യൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്തുവാൻ കഴിവുള്ളതായ ഒരു ശക്തിയായ ആയുധമാണ് ഗാനം, അതും ആധ്യാത്മികമായ ഗാനങ്ങൾ. സുറിയാനി സഭകളുടെ ചരിത്രം നോക്കിയാൽ അവിടെ ഗാനങ്ങൾക്ക് ഉറച്ചതായ സ്ഥാനമുണ്ട്. മാർ അപ്രേം എന്ന സുറിയാനി സഭയുടെ നാവെന്നറിയപ്പെടുന്ന പരിശുദ്ധ പിതാവിൻ്റെ പേരിലാണ് ആ ഗാനം, ആ ട്യൂൺ അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വർഗീസ് തൻ്റെ ജീവിത സബരിയെ കൊണ്ട് 200-ൽ പരം പാട്ടുകൾ രചിച്ചു എന്നുള്ളത് ഏറ്റവും സുസ്ഥിരമായ ദൈവാനുഗ്രഹമായ പ്രവർത്തനമാണ്. അപ്പോൾ ഗാനത്തിൻ്റെ മനുഷ്യ മനസ്സുകളെ പിടിച്ചു നിർത്തുവാൻ ശക്തിയുണ്ട്. തിരുവചനം പോലെ തന്നെ ശക്തിയുണ്ട്. ഈ ദൗത്യം ഇന്നും നിറവേറ്റി കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വർഗീസിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ ബ്രദർ മാത്യു വർഗീസ് രചിച്ചതായ രക്ഷിക്കുന്ന എൻ്റെ ദൈവമെന്നുള്ളതായ ഈ ഗാനോപകാരത്തിൻ്റെ ഈ റിലീസ് സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലോക ക്രൈസ്തവ സമൂഹത്തിന് അദ്ദേഹം നൽകിയതായ സംഭാവനകൾ വളരെ വലുതാണ്. ഈ 61 വയസ്സിലെ ഈ മനുഷ്യായുസ്സിലെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആധുനിക മലയാള ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ളതായ മലയാളം ബൈബിളിൻ്റെ തർജിമയും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവുള്ളതായ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തതായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അതുപോലെ 200-ൽ പരം ഗാനങ്ങളുടെ രചനയും ഒക്കെ ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നത് ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ അത് പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെയോ സംഭാവനയല്ല, പകരം ദൈവത്തിൻ്റെ കരുതലും ആ വ്യക്തിയോട് സമൂഹത്തോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹവുമാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനവുമാണ് അതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നമ്മുടെ ഇടയിൽ ദൈവമുമ്പാകെ പ്രവർത്തിക്കുന്നതായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അദ്ദേഹം രചിച്ചതായ ഈ ഗാനങ്ങൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആത്മനിറവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിന്നുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി രചിച്ച ഗാനങ്ങളാകുന്നത് കൊണ്ടാണ്. വളരെ അർത്ഥവത്തും അതോടൊപ്പം തന്നെ നല്ല ധ്യാന ചിന്തകളുമുള്ളതായ ഈ ഗാനോപകാരം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ്. ഇനിയും അനേകം നല്ല ഗാനങ്ങളും പുതിയ ആശയങ്ങളും അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ലളിതമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇത്രയും ഗാനങ്ങൾ എഴുതുക എന്ന് പറയുന്നത് അതൊരു വലിയ ടാലൻ്റാണ്. ദൈവം തനിക്ക് നൽകിയതായ ആ താലന്ത് അത് കുഴിച്ചിടാതെ അതെത്രമാത്രം വളർത്താമോ അത്രമാത്രം വളർത്തുവാൻ ഈ ദൈവദാസൻ കാണിക്കുന്നതായ വ്യഗ്രതയും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും ഏറ്റവും പ്രശംസനീയമാണ്.
ഈ സമയത്ത് നിറഞ്ഞ സന്തോഷത്തോടും തികഞ്ഞ ദൈവവിശ്വാസത്തോടും അദ്ദേഹം രചിച്ചതായി ഗാനോപകാരം മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നതായ അവസരത്തിൽ പ്രത്യേകിച്ച് ഈ ഗാനോപകാരത്തിൻ്റെ പേര് രക്ഷിക്കുന്ന എൻ്റെ ദൈവമെന്നാണ്. എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൈവം ലോകത്തിലേക്ക് വന്നത്. ആ ഒരു ഉദ്ദേശത്തിൽ ആ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കീഴിൽ എൻ്റെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഗാനങ്ങൾ നമുക്ക് ആശ്വാസം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ ഡോക്ടർ മാത്യു വർഗീസിൻ്റെ ഈ ഗാനോപകാരം ദൈവനാമത്തിൽ നിറഞ്ഞ സന്തോഷത്തോടുകൂടി പ്രകാശനം ചെയ്തതായി അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ഈ ഗാന സമാഹാരത്തിൻ്റെ പ്രഥമ കോപ്പി അഭിമന്യ തിരുമേനി ഓണറബിൾ ആനി പോളിന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നതായിരിക്കും. ഈ CD രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന CD ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന 200 കവിതകൾ 200 ഗാനങ്ങൾ രചിച്ച ഇദ്ദേഹത്തെ പറ്റി കേട്ടപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു പോയി. 2 ദിവസം മുമ്പാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി സുവനീറിൽ ഞാൻ കണ്ടത്. അതിൽ അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മാറ്റം വരുത്തിയ ഇദ്ദേഹത്തിൻ്റെ ആ സ്നേഹ അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ആ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും മനുഷ്യ മനസ്സിനെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇതുപോലെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. ദൈവം തന്ന കഴിവിനെ വളർത്തി വലുതാക്കി ഇത്രമാത്രം ദൈവത്തെ സ്തുതിക്കാനും സ്തുതിപ്പിക്കാനും മനുഷ്യ മനസ്സുകളിൽ ദൈവസ്നേഹത്തെ വളർത്താനും ദൈവഭക്തിയെ വളർത്താനും ദൈവത്തിൻ്റെ പ്രകാശത്തെ വളർത്താനും കഴിഞ്ഞ ഇദ്ദേഹം വളരെ കഴിവുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ നമുക്ക് വീണ്ടും ഇതുപോലെ രചനകൾ ഉണ്ടാക്കാനും ദൈവസന്നിധിയിലേക്ക് ആൾക്കാരെ അശാന്തിയും സമാധാനത്തിലും കഴിയുന്ന ആൾക്കാരെ സമാധാനത്തിലും ശാന്തിയിലേക്ക് നയിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. ഇന്റർ ഡെനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഓഫ് USA പ്രസിഡന്റ്, പ്രസിദ്ധ സുവിശേഷകനും ഗ്രന്ഥകാരനും ബൈബിൾ പരിഭാഷകനും ക്രിസ്തീയ ഗാനരചയിതാവുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസുമായുള്ള അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ ഏറ്റവും പുതിയ ഗാനസമാഹാരമായ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ആൽബത്തിൻ്റെ ചില പ്രത്യേകതകൾ ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായും വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഗാനസമാഹാരമാണ് രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ആൽബം. ഇതൊരു ക്രിസ്തീയ ഗാനസമാഹാരമാണെങ്കിലും ഇതിലെ ഗാനങ്ങൾ ആകർഷിക്കുവാൻ പോകുന്നത് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവജനത്തെയാണ്. അതിലുപരിയായി ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി തിരിച്ച ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഗാനങ്ങളാണ് ഇതിലുള്ളത്. ഒരു പ്രത്യേക ജനതയെ അല്ലെങ്കിൽ ജനവിഭാഗത്തെ എന്ന് ഞാൻ പറയുമ്പോൾ ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആയിരിക്കും അത് ഏറ്റവും അധികം ആകർഷിക്കുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി തിരിച്ച ദൈവത്തിൻ്റെ ഭൃത്യന്മാരെ അഭിഷക്തന്മാരെ ആശ്വസിപ്പിക്കുവാനും അവരെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും ഇതിലെ ഗാനങ്ങൾക്ക് കഴിയും. അതിനുള്ള സന്ദേശമാണ് ഈ ഗാനങ്ങളിൽ കാണുന്നത്. അതേപ്പറ്റി അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായും ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന്മാരും ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനവും പലപ്പോഴും ദൈവത്തിൻ്റെ പല പരീക്ഷകളിൽ അകപ്പെടാറുണ്ട്. ദൈവത്തിൻ്റെ പരീക്ഷകളിൽ പലപ്പോഴും
ദൈവം പല സന്ദർഭങ്ങളിലും തൻ്റേതായിട്ടുള്ള പ്രവർത്തനം നീട്ടിവെക്കുന്നതായോ മാറ്റിവെക്കുന്നതായോ ആ പരീക്ഷകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് തോന്നിപ്പോകും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് അവർക്ക് തോന്നും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിശാച് അവരെ നിരാശപ്പെടുത്തുവാനും അവരുടേതായിട്ടുള്ള വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനുമായിട്ട് പരിശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഗാനസംഹാരത്തിലെ 2 ഗാനങ്ങൾ പ്രത്യേകമായിട്ടും, ഒന്ന് വാഗ്ദത്തങ്ങൾ വൈകുന്നുവോ എന്നുള്ള ഗാനവും മറക്കുമോ ദൈവം മറക്കുമോ എന്നുള്ള ഗാനവും അവരെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും അവർ കേട്ട വിളിയിൽ മുൻപോട്ട് ഉറപ്പോടും ധൈര്യത്തോടും പോകുവാനും തൽക്കുറണം മുഖാന്തരം ഒരുക്കും. ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ഈ ലോകയാത്രയിൽ പലവിധമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളെ പിശാച് മുതലെടുത്ത് അവരുടെ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കും. ആ പരിതസ്ഥിതികളിൽ, ആ സാഹചര്യങ്ങളിൽ ദൈവജനത്തെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനുമായിട്ട് ഈ ഗാനങ്ങൾ വളരെയധികം സഹായിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ദൈവജനത്തെ സ്പർശിക്കുവാൻ അങ്ങയുടെ ഈ ഗാനങ്ങൾക്ക് കഴിയുന്നതിന് കാരണം എന്താണ്? ദൈവജനമെന്ന് വിളിക്കപ്പെടുന്നത് പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന ജനങ്ങളാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോൾ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിൽ ബലഹീന ഞാൻ രചിക്കുന്ന ഗാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ആശ്വാസവും പ്രത്യാശയും പകരും. സങ്കീർത്തനക്കാരനായ ദാവീദ് 3000 കൊല്ലങ്ങൾക്ക് മുൻപ് രചിച്ച ഗാനങ്ങൾക്ക് ഇന്നും അനേകായിരങ്ങളെ ആശ്വസിപ്പിക്കുവാനും ആകർഷിക്കുവാനും കഴിയുന്നത് അതുകൊണ്ടാണ്. അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന വരികൾക്ക് സമാന ചിന്താഗതിയുള്ളവരെ സ്പർശിക്കുവാനും സ്വാധീനിക്കുവാനും കഴിയൂ എന്നത് സമ്മതിക്കുന്നു. അതോടൊപ്പം ഈ ഗാനസമാഹാരത്തിൻ്റെ ടൈറ്റിലിനെ പറ്റി 1-2 കാര്യങ്ങൾ ചോദിച്ചോളട്ടെ. തീർച്ചയായും. രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്നാണല്ലോ ഈ ഗാനസമാഹാരത്തിന് അങ്ങ് നാമകരണം ചെയ്തിരിക്കുന്നത്. അതെ. രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്നതിന് പകരം രക്ഷിക്കുന്ന ദൈവം എന്നാണെങ്കിലും ഒരേ അർത്ഥമല്ലേ പ്രകടമാക്കുന്നത്? അങ്ങയുടെ ടൈറ്റിലുകളിൽ എൻ്റെ എന്ന പദത്തിന് പ്രാധാന്യം നൽകുന്നതായിട്ട് കാണാം. ഉദാഹരണമായി കഴിഞ്ഞ വർഷം പ്രകാശനം ചെയ്ത ഗാനസമാഹാരത്തിന് എൻ്റെ ദൈവം എന്നാണ് നാമകരണം നൽകിയിരിക്കുന്നത്. എൻ്റെ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ കാർ, അങ്ങനെയുള്ള രീതിയിലല്ല ഞാൻ എൻ്റെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കേട്ടറിഞ്ഞ, വായിച്ചറിഞ്ഞ, പറഞ്ഞറിഞ്ഞ ദൈവത്തെക്കുറിച്ചല്ല ഞാൻ പ്രതിപാദിക്കുന്നത്. പ്രത്യുത ഞാൻ അനുദിനം അനുഭവിച്ചറിയുന്ന ദൈവത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് എല്ലാ ലോകവും മനസ്സിലാക്കുവാൻ തക്കതിനുമാണ് എൻ്റെ എന്ന വാക്കിന് അവിടെ പ്രസക്തി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ദൈവത്തെ അനുഭവമാക്കുവാൻ ഉള്ള അവസരങ്ങൾ ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും നൽകുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ളത് പ്രകടമാക്കുവാൻ കൂടിയാണ് എൻ്റെ എന്ന വാക്കിന് അമിത പ്രാധാന്യം നൽകി അവിടെ ചേർത്തിരിക്കുന്നത്. ദൈവത്തിലുള്ള അങ്ങയുടെ അചഞ്ചലമായ വിശ്വാസം മാത്രമല്ല, ആഴമേറിയ അനുഭവങ്ങളും ആ വാക്കുകളിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് മരണത്തിൻ താഴ്വരയിൽ എന്ന ഗാനം, അതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കാം. 2011 മരണത്തിൻ്റെ താഴ്വരയിലൂടെ അതിവേദനയിൽ കടന്നുപോയ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഏറെ സ്നേഹിച്ച അനേക ആത്മീയ സഹോദരങ്ങൾ പോലും അവ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് ചിത്രീകരിക്കുകയുണ്ടായി. അങ്ങനെ ശാരീരികമായും മാനസികമായും അതിവേദനയുടെ കടന്നുപോയ ആ അവസ്ഥയിലാണ് മരണത്തിൻ താഴ്വരയിൽ എന്ന ഗാനം ഉരുത്തിരിഞ്ഞത്. സ്വർഗം തുറന്നൻ ചാരേയണഞ്ഞൻ സ്നേഹസ്വരൂപനാം ദൈവം, സ്വർഗം തുറന്നൻ ചാരേയണഞ്ഞൻ സ്നേഹസ്വരൂപനാം ദൈവം. അതെൻ്റെ അനുഭവമാണ്, അതെൻ്റെ അനുഭൂതിയാണ്. അതാണ് ആ വരികളിലൂടെ ഞാൻ പ്രകടമാക്കുന്നത്.
മലയാള ക്രിസ്തീയ ഗാനചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഇങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും പാടിയിട്ടുണ്ടോ? ഉവ്വ. ആ ഗാനത്തെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം? മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾക്ക് രക്ഷിക്കുന്ന എൻ്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ആ ദൈവത്തിനു വേണ്ടി സാക്ഷികളാകുവാൻ തക്കതിനുവണ്ണം ഈ ഗാനം മുഖാന്തരമൊരുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എത്ര ഭാഷകളിൽ അങ്ങ് ഗാനങ്ങൾ രചിച്ച് ഈണം പകർന്നിട്ടുണ്ട്? മുഖ്യമായും 2 ഭാഷകളിലാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും. കൂടാതെ 100-ലധികം ഗാനങ്ങൾ തെലുങ്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അവ വളരെയധികം പ്രചാരം നേടിയിട്ടുമുണ്ട്. കൂടാതെ പണിയ ഭാഷയിൽ ഇതം പ്രഥമമായി ഒരു ഗാനസമാഹാരം നൽകപ്പെട്ടത് എൻ്റെ ആൽബത്തിലൂടെയാണ്. യേശു എന്ന ആ ഗാനസമാഹാരം പണിയ ഭാഷയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഗാനസമാഹാരമാണ്. ആത്മീയ ഗീതങ്ങൾ എഴുതി ഈണം നൽകുന്നതാണോ ബ്രദറിൻ്റെ മുഖ്യമായ ആത്മീയ ശുശ്രൂഷ? അല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദിന ത്രിദിന ഉപവാസ പ്രാർത്ഥനകൾ നയിക്കുകയും അതിലൂടെ നടത്തപ്പെടുന്ന സൗഖ്യദായക ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് അത്യുന്നതനായ ദൈവത്തെ അനുഭവമാക്കുവാനും ദൈവത്തിൻ്റെ സൗഖ്യവും സാന്ത്വനവും വിടുതലും സമാധാനവും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമവും പ്രധാനവുമായ ശുശ്രൂഷ. ബ്രദർ ബൈബിൾ രചിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. അത് തെറ്റായ അറിവാണ്. ബൈബിൾ ആർക്കും രചിക്കുവാൻ കഴിയുകയില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മ പ്രേരിതമായി 40-ലധികം വിവിധ തലങ്ങളിലുള്ള വ്യക്തികൾ 1600 കൊല്ലങ്ങൾക്കിടയിൽ രചിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ. അത് ഭൂമിയിൽ മറ്റാർക്കും ഇനിയും രചിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ താങ്കൾ എന്താണ് അവിടെ ചെയ്തത്? ഞാൻ ചെയ്തു എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട, അതായത് ഏതാണ്ട് 100 കൊല്ലം പഴക്കമുള്ള കാലഹരണപ്പെട്ട മലയാള ബൈബിൾ പരിഭാഷയെ ഉദ്ധരിക്കുവാനായിട്ട് അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് പരിഭാഷ നടത്തി വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന ആധുനിക മലയാള പരിഭാഷ 2000 ഡിസംബർ 22 മലയാള മണ്ണിന് കാഴ്ചവെച്ചു. അതാണ് ഞാൻ ചെയ്ത കാര്യം. മറ്റേതെങ്കിലും ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. 1 ലക്ഷം ജനസംഖ്യയുള്ള പണിയ ഗോത്രവർഗത്തിന് അവരുടെ ലിപികളില്ലാത്ത ഭാഷയായ പണിയ ഭാഷയിൽ പുതിയ നിയമം സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം 56,000 മാത്രം ജനസംഖ്യയുള്ള ജന്നു കുറുമ്പ ഗോത്രത്തിന് അവരുടെ ഭാഷയായ ജന്നു കുറുമ്പ ഭാഷയിൽ അതിന് ലിപികളില്ല. ആ ഭാഷയിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം തർജ്ജമ ചെയ്ത് സമ്മാനിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൻ്റെ പരിഭാഷ ഏതാണ്ട് പൂർത്തീകരണ സ്ഥിതിയിൽ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ തെലുങ്ക് പരിഭാഷ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിലും ബ്രദർ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ് അറിഞ്ഞത്. ഇംഗ്ലീഷിൽ ഞാൻ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ലോകത്തിലെ പ്രഥമ പഠന ബൈബിൾ, അതായത് ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ലോകത്തിലെ പ്രഥമ പഠന ബൈബിളായ ക്രിസ്ത്യൻ വോക്ക് ബൈബിൾ 2009 ഡെൻവറിൽ വെച്ച് ICRS സമ്മേളനത്തിൽ ലോകപ്രസിദ്ധ സുവിശേഷകനായ റെയ്നാർഡ് ബോങ്കയുടെ സാന്നിധ്യത്തിൽ ICRS പ്രസിഡന്റ് സിൽവസ്റ്റർ റിബെ പ്രകാശനം ചെയ്തു. അത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായൊരു സംഭവമാണ്. കാരണം ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്നുവരെ ഒരു പഠന ബൈബിൾ രചിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ മറ്റാരെങ്കിലും ഇതുപോലൊരു ഇംഗ്ലീഷ് പഠന ബൈബിൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായിട്ട് അറിയാം? ഇല്ല, ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിൽ പോലും ഇംഗ്ലീഷിൽ ഒരു പഠന ബൈബിൾ തയ്യാറാക്കുന്നത് ഇതം പ്രഥമമാണ്. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. വിവിധ രാജ്യങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നു. സൗഖ്യദായക ശുശ്രൂഷയിലൂടെ അനേകർക്ക് സാന്ത്വനവും ആശ്വാസവും നൽകുന്നു. 4 ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു.
ഇതിനിടയിൽ എങ്ങനെയാണ് 200-ലധികം ഗാനങ്ങൾ രചിച്ച് ഈണം പകരുവാൻ സാധിച്ചത്? ബലഹീന എനിക്ക് സംഗീതത്തെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവുമില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളാണ് ഈ 200 ഗാനങ്ങൾ. ബ്രദർ പറയുന്ന ഈ പരിശുദ്ധാത്മ പ്രേരണ എപ്പോഴാണ് ഉണ്ടാകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഒരു പ്രത്യേക സന്ദർഭത്തിലോ സമയത്തോ സാഹചര്യത്തിലോ ഉണ്ടാകുന്നു എന്ന് എനിക്ക് പറയുവാൻ സാധ്യമല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെ തീരുമാനമാണ്. ചിലപ്പോൾ അധികാലത്ത് 3 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഞാൻ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. പരിശുദ്ധാത്മാവ് എപ്പോൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും പറയുവാനാവില്ല. സുപ്രസിദ്ധ സുവിശേഷകൻ അനേകർക്ക് സൗഖ്യവും സാന്ത്വനവും വിടുതലും ഉപവാസ പ്രാർത്ഥനകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസൻ 4 ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയ പ്രതിഭ, ക്രൈസ്തവ ഗാനശാഖയ്ക്ക് 300-ലധികം ഗാനങ്ങൾ നൽകിയ പ്രതിഭാധനൻ എന്നീ നിലകളിൽ പ്രചോദിപ്പിക്കുന്ന അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാം. ഒന്നുമില്ല, എനിക്ക് യാതൊരു പുരസ്കാരവും ലഭിച്ചിട്ടില്ല. അമേരിക്കയിൽ മാത്രമാണോ? അല്ല, ഭൂമി മലയാളത്തിലും ഒന്നും ലഭിച്ചിട്ടില്ല. അതിൽ അങ്ങേക്ക് വിഷമം വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബലഹീനായ ഞാൻ നയിക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിലൂടെ, സൗഖ്യദായ ശുശ്രൂഷകളിലൂടെ അനേകർക്ക് ലഭിക്കുന്ന സൗഖ്യവും സമാധാനവും സാന്ത്വനവും വിടുതലും ബൈബിളിൻ്റെ 4 പരിഭാഷകൾ നടത്തുവാൻ ദൈവം തന്നിരിക്കുന്ന അതിശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ, 300-ലധികം ഗാനങ്ങൾ രചിച്ച് ഈണം പകരുവാൻ തന്ന വലിയ ദൈവകൃപ, ഇവയേക്കാൾ എന്ത് പുരസ്കാരമാണ് ഒരു മനുഷ്യന് എനിക്ക് നൽകുവാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഈ പുരസ്കാരങ്ങളെക്കാൾ ലോകത്തിലെ മനുഷ്യന് എനിക്ക് മറ്റൊരു പുരസ്കാരവും നൽകുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ചിട്ട് വിഷമിക്കാറുമില്ല. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങ് മാനിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും. നന്ദി, നമസ്കാരം. നന്ദി. As a non-Malayali coming from the Telugu community, I'm not sure whether I'm really qualified to comment on a Malayalam CD as such. But what I would like to mention is its influence in my own personal life. It is not because of the beauty of the songs itself, it is because the spirit, they are all, we recognize they are spirits filled. And when you sing wholeheartedly, it has an influence on the man who is singing that. If I go and then tell them now that there is a new CD which has been released, Rakshikuna Endadayo, the first thing they will ask, have you transliterated it? Because they would like to sing them also along with us. That is the kind of influence it has got on our community, and we enjoy them thoroughly. Not that there are no devotional songs in Telugu, hundreds and hundreds of them keep coming every now and then, but there's something very special and personal in this case. ആദ്യമായിട്ട് ഈ ഗാനോപകാര പ്രകാശന വേളയിൽ സംബന്ധിക്കുവാൻ അവസരം കിട്ടിയതിന് ദൈവത്തോടും ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏതാണ്ട് 20 വർഷം കൊണ്ട് 200-ൽ പരം ഗാനങ്ങൾ രചിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നത് ഒരു ചെറിയ സംഭവമല്ല. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക ഒരു വരദാനമാണ്, പ്രത്യേക അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ദൈവവും മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് പ്രാർത്ഥന. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മളോട് മൗനമായി സംസാരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വരപ്രസാദം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തെ പ്രത്യേകമായി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വരദാനം നമ്മളിലേക്ക് ചൊരിയുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പ്രസ്ഥാനം വളരെ ശക്തമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ബ്രദറിനെ സഹായിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നടുവിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ നിങ്ങൾ നടത്തുന്ന ഈ നല്ല കാര്യം തീർച്ചയായിട്ടും ദൈവത്തിനും ജനങ്ങൾക്കും പ്രയോജനകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രദർ മാത്യു വർഗീസ്, താങ്കളുടെ ഈ നല്ല പ്രവർത്തനം പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും കൂടുതൽ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ ഗാനങ്ങൾ രചിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ദൈവ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വന്തം അനുഭവത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത് വചനത്തിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ നിറവിൽ അദ്ദേഹം എഴുതിയതും ഈണം പകർന്നതുമായ ഈ ഗാനങ്ങൾ വാസ്തവത്തിൽ ക്രിസ്തീയ ഗാന ശാഖയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹേർഡ് മെലഡീസ് വർ സ്വീറ്റ്, ബട്ട് ദോസ് അൺഹേർഡ് ആർ ഈവൻ സ്വീറ്റർ. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഭാവിയിൽ പുതിയതായ നവനവങ്ങളായ ഗാനങ്ങൾ, ജീവിതത്തിന് വഴിത്താര, ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞതും നമ്മുടെ ജീവിതത്തിൻ്റെ മൗണ്ടൻ ടോപ്പുകളിലുമൊക്കെ നമുക്ക് ആനന്ദം പകരുന്നതായ അനേകമായിട്ടുള്ള ഗാന ശകലങ്ങൾ വീണ്ടും അദ്ദേഹത്തിൽ കൂടി ദൈവം പ്രവർത്തിച്ച് പുറത്തു വരട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ദൈവിക പ്രവർത്തനങ്ങൾക്കും പ്രവാചകത്വ ശുശ്രൂഷയ്ക്കും ദൈവം തന്നെ വഴികാട്ടിയുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അദ്ദേഹത്തോടുള്ള ഈ ജീവിതയാത്രയിൽ, ആത്മീയയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത് ഓരോ വർഷം കഴിയും തോറും ആത്മീയ പരീക്ഷണങ്ങളുടെ മാറ്റം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ പണ്ട് മുതൽ IDCFലുള്ളവർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹം ആദ്യം എഴുതിയ പാട്ടുകളും ഇപ്പോൾ എഴുതിയ പാട്ടുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ രണ്ടും ദൈവാത്മാവിൽ എഴുതപ്പെട്ടാണെങ്കിലും ഒരു ഗ്രോയിങ് ക്രിസ്ത്യൻ്റെ പാട്ടുകളാണ്. ആദ്യ നാളുകളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വേല തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് ഹീസ് ഗ്രോയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നെരിപ്പോടുകളിൽ ഉരുത്തിരിഞ്ഞ വാക്കുകളും പദ്യങ്ങളുമാണ് ലോകമെമ്പാടും അദ്ദേഹം കാണാത്ത ആൾക്കാരും ഇന്ന് പാടി ആശ്വാസവും പ്രത്യാശയും യേശു ക്രിസ്തുവിൽ കൂടെ കണ്ടെത്തുന്നു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ബ്രദറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ തക്കവണ്ണം ജോസഫ് മോർ കൂർലോസ് വലിയ മെത്രാപ്പോലീത്തായെ ക്ഷണിക്കുന്നു.
ഇന്റർ ഡിനോമിനേഷൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ പേരിൽ ഒരു മൊമെൻറ്റോ പ്രസൻറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ബഹുമാനപ്പെട്ട ജോൺ ബേബി ഊരാളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. IDCFിൻ്റെ പേരിൽ ഒരു സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട ബ്രദറിന് നൽകുവാൻ തക്കവണ്ണം മോസ്റ്റ് റവറൻറ്റ് അയ്യൂമോസ് സിൽവാനസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. UAE നിന്നും റെപ്രസെൻ്റ് ചെയ്ത് കടന്നു വന്നിരിക്കുന്ന മിസ്റ്റർ ലൂയിസ് മാത്യുവിനെ ബഹുമാനപ്പെട്ട ബ്രദറിന് ബൊക്കെ നൽകി ആദരിക്കുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കുവൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് മിസ്റ്റർ ബെന്നി എബ്രഹാം, ഭാരതത്തിൽ നിന്ന് മിസ്റ്റർ ജസ്റ്റിസ് ഇറ്റി, കാനഡയെ റെപ്രസെൻ്റ് ചെയ്ത് മിസ്റ്റർ സുനിൽ കുമാർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ സ്നേഹിക്കുന്ന ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. ഗാനരചനയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സങ്കീർണമായത് ഗാനം രചിക്കുക എന്നുള്ളതല്ല, ഗാനത്തിന് ഈണം പകരുക എന്നുള്ളതാണ്. ഒരു ഗാനം എഴുതുക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പമായിട്ട് എഴുതിവിടാനൊക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഗാനത്തിന് ഈണം പകരുക എന്നുള്ളത് വളരെ സങ്കീർണമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഏതാണ്ട് 200-ലധികം പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പഴയ പാട്ടുകളുടെ യാതൊരു നിഴലും അതിൻ്റെ ഈണത്തിൽ പുതിയ പാട്ടിൽ വരുവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ തീരുമാനിക്കും, ഇനി എൻ്റെ ചൂടെല്ലാം തീർന്നു പോയി, അതുകൊണ്ട് അടുത്ത വർഷം ഈ വർഷം പാട്ടുകളൊന്നും എഴുതുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഓരോ CD റിലീസിൽ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ, ദൈവം തരുന്ന ഈണങ്ങൾ, അതിനെ വാക്കുകളിലാക്കി പ്രകാശിപ്പിക്കുവാൻ തക്കതിന് വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ് ഇപ്രകാരം ഒരു ഗാനസംഹാരം ഇന്നിവിടെ പ്രകാശനം ചെയ്യുവാൻ മുഖാന്തരം ഒരുക്കിയിരിക്കുന്നത്. അതിൽ എനിക്ക് ഇന്റർ ഡിനോമിനേഷൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിലെ വിദേശ രാജ്യങ്ങളെ മക്കളോട് ഏറെ കടപ്പാടുണ്ട്. ആ ഈണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തരുന്നത് എപ്പോഴാണെന്ന് പറയുവാനും പറ്റുകയില്ല. ഇതിലെ ഒരു പാട്ട് ഞാൻ എഴുതിയത് ഈ പ്രാവശ്യത്തെ ഈ സംഹാരത്തിലെ ആകാശമേഘങ്ങളെ ചൊരിയൂ ആമോദ പനിനീർ എന്ന പാട്ട് ക്രിസ്മസ് പാട്ടായിട്ട് എഴുതാൻ കാരണം, ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ, കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന അവസ്ഥയിൽ ആ പ്രഭാതയാമത്തിൽ മേഘപാളികൾക്കിടയിലൂടെ ആ പ്ലെയിനിൽ നിന്ന് പോകുമ്പോൾ എനിക്കുണ്ടായ പ്രേരണയാണ്. ഞാൻ രാജയുടെ ഡിക്റ്റാഫോൺ, എപ്പോഴും എൻ്റെ കയ്യിൽ ഡിക്റ്റാഫോൺ ഉണ്ടാവും. ഞാൻ രാജയുടെ ഡിക്റ്റാഫോൺ വാങ്ങിച്ചു. അവിടെ നിന്ന് ഞാൻ പാടി ആദ്യത്തെ 4 ലൈൻ റെക്കോർഡ് ചെയ്തു. ആകാശമേഘങ്ങളെ ചൊരിയൂ ആമോദ പനിനീർ, ആനന്ദഗീതികൾ പാടൂ യേശുവിൻ ജനനം ഘോഷിക്കൂ. അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വരികളാണ് വർണ്ണങ്ങളായി പരിശുദ്ധാത്മാവ് തന്ന ജ്ഞാനം ഉപയോഗിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള അനേകമായ സംരംഭങ്ങൾക്ക് ദൈവം മുഖാന്തരം ഒരുക്കുന്നത് ഈ IDCFിൻ്റെ മക്കളിലൂടെയാണ്. അതിന് IDCFിലെ എല്ലാ മക്കൾക്കും ഉള്ള എൻ്റെ നന്ദിയും സ്നേഹാദരവുകളും അർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നന്ദി പറയാനുള്ളത് ഈ ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് യൂണിറ്റുകളെ മെമ്പേഴ്സാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ ഈ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IDCFിനെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ബ്രദറിനോട് പറ്റിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. നമുക്കറിയാം അമേരിക്കയിലെ സമയം ഇപ്പോൾ 7:10. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം ഒന്നിലെ പാതിര അല്ലെങ്കിൽ വെളുപ്പിന് പല രാജ്യങ്ങളുണ്ട്. അവിടുത്തെ സമയം ടൈം സോൺ അനുസരിച്ചിട്ട് ഓവർ ടൈമാണ് ഫോർ ഷുവർ. അവർക്കിപ്പം നല്ല സമയമല്ല. അവർ പാതിരായാലും വെളുപ്പിനും ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവരുടെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക്
IDCF യുഎസോടെ പേരുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിൻ്റെ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ഈ ഗാനസമാഹാരം അനേകർക്ക് സമാധാനവും ആശ്വാസവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ വലിയവനായ ദൈവം എല്ലാ കൃപകളും അദ്ദേഹത്തിന് ദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.